ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഐശ്വര്യ റൂമിലേക്ക് വന്നത് അരുണിനോട് ഐശ്വര്യ വളരെ സ്നേഹത്തോടെ അരുണിന്റെ ആ കൈ പിടിച്ച് ഐശ്വര്യയുടെ വയറ്റിൽ വെപ്പിക്കുന്നു. ഇത് കണ്ട അരുൺ ചോദിച്ചു, ഐശ്വര്യ നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അരുണിനോട് ഐശ്വര്യ ചോദിച്ചു, അരുണിനൊന്നും തോന്നുന്നില്ലേ, ഇപ്പോഴും അരുണിനൊന്നും തോന്നുന്നില്ലേ എന്ന് ചോദിച്ചതും അരുൺ ആകെ അങ്കലാപ്പോടെ ഐശ്വര്യയെ നോക്കി. ഉടനെ എന്താ എന്നറിയാതെ എന്താ കാര്യം എന്നറിയാതെ അതിശയപ്പെട്ട് അങ്ങനെ അരുൺ നോക്കുമ്പോൾ ഐശ്വര്യ വീണ്ടും പറഞ്ഞു, അരുണിന് ഇപ്പോഴും ഒന്നും മനസ്സിലാവുന്നില്ല. അരുണിന്റെ കുഞ്ഞ് എന്റെ ഈ വയറ്റിനുള്ളിൽ തുടിക്കുന്നുണ്ട്. അരുണിന്റെ രക്തം എന്റെ ഈ വയറ്റിനുള്ളിൽ തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറയാനാണ് ഞാൻ അരുണിനെ കാത്തിരുന്നത്. ഇത് അരുണിനോട് തന്നെ നേരിട്ട് എനിക്ക് പറയണമായിരുന്നു. അതിന്റെ സന്തോഷമാണ് ഇവിടെ എല്ലാവരും ഇപ്പോ മധുരം തന്ന് ആ സന്തോഷമാണ് എല്ലാവരും പ്രകടിപ്പിച്ചത്. അരുണിനോട് അക്കാര്യം പറയാനൊരുങ്ങിയപ്പോ ഞാനാണ് ഈ സന്തോഷ വാർത്ത അരുണിനോട് നേരിട്ട് പറഞ്ഞോളാമെന്ന് അവരോട് അറിയിച്ചത് എന്ന് ഐശ്വര്യ പറഞ്ഞത്. അരുൺ ചോദിച്ചു, അല്ല ഐശ്വര്യ, അത് ആര് പറഞ്ഞു അങ്ങനെ എന്ന് ചോദിച്ചപ്പോ ഐശ്വര്യ പറഞ്ഞു, കുറച്ചു ദിവസമായി അരുൺ, എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി, വല്ലാത്ത വോമിറ്റിംഗ് ടെൻഡൻസിയും ഉണ്ടായിരുന്നു. എന്താ കാരണം എന്നറിയാതെ ആകെ ടെൻഷനിലായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോഴാണ് ഈ വാർത്ത അറിയാനിടയായത്. അരുൺ, ആ സന്തോഷ വാർത്ത അരുണിനോട് പറയാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അരുണിന്റെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു. അരുൺ ഒരച്ഛനാകാൻ പോകുന്നു. അത് കേട്ട ഉടനെ അരുൺ ആകെ ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുന്നത് കണ്ട് ഐശ്വര്യ അരുണിനെ നോക്കി. അരുൺ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ ഐശ്വര്യ അരുണിനോട് ചോദിച്ചു, അരുൺ, ഞാൻ ഈ സന്തോഷ വാർത്ത പറഞ്ഞിട്ടും അരുൺ എന്താ ഒന്നും പറയാത്തത്? അരുണിന്റെ മുഖത്ത് സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ. എന്താ അരുൺ, അരുണോട് ഞാൻ ഇങ്ങനെ ഒരു വാർത്ത പറയുമ്പോ അരുൺ എന്നെ കെട്ടിപ്പിടിച്ച് എനിക്കൊരു മുത്തം തരുമെന്നാണ് ഞാൻ കരുതിയത് എന്ന് ഐശ്വര്യ അരുണിനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും അരുൺ ഒന്നും മിണ്ടാതെ ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് അരുൺ അവിടെ നിന്ന് വേഗം പോകാൻ ഒരുങ്ങി. ഐശ്വര്യ വളരെ സ്നേഹത്തോടെ അരുണിന്റെ അരികിലേക്ക് എത്തി. എനിക്ക് അരുണിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ പോകുന്നതിന്റെ സന്തോഷം അത് എത്രയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല അരുൺ എന്ന് പറഞ്ഞുകൊണ്ട് അരുണിന്റെ തോളിലേക്ക് ചാരി ഐശ്വര്യ ഇരുന്നു. ഉടനെ അരുൺ ഐശ്വര്യയെ ഒട്ടും താല്പര്യമില്ലാതെ, ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത ആ വാർത്ത കേട്ടതിന്റെ അങ്കലാപ്പിൽ അരുൺ ഐശ്വര്യയെ നോക്കുമ്പോൾ അരുണിനോട് ഐശ്വര്യ വീണ്ടും പറഞ്ഞു, അരുൺ അതിശയപ്പെടണ്ട. അരുണിന്റെ ആഗ്രഹം എത്ര നാളായി അരുൺ ഇത് പറയുന്നു. അത് ഇപ്പോഴെങ്കിലും അരുണിന് ആ സന്തോഷം ഞാൻ സഫലമാക്കി തരണ്ടേ എന്ന് പറഞ്ഞപ്പോ അരുൺ ഒന്നും മിണ്ടാതെ ഐശ്വര്യയെ തന്നെ നോക്കുന്നു. അതിനുശേഷം അരുൺ വേഗം തന്നെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നത് കണ്ട് ഐശ്വര്യ മനസ്സിൽ പറഞ്ഞു, അരുൺ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഇനി എന്റെ പിടിയിൽ നിന്ന് അരുണിന് പോകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ഐശ്വര്യ പറഞ്ഞുകൊണ്ട് തന്റെ വയറ്റത്ത് തടവി അരുണിനെ ഐശ്വര്യ രൂക്ഷമായിട്ട് നോക്കി. അരുൺ പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചു നിന്നതും അരുൺ ഉടനെ തന്നെ തന്റെ കയ്യിലുള്ള ഫോൺ എടുത്ത് വക്കീലിനെ വിളിച്ചു. അരുണിന്റെ കോള് വക്കീൽ എടുത്തതും പറയൂ അരുൺ എന്ന് പറഞ്ഞത് കേട്ട് അരുൺ പറഞ്ഞു, സോറി സാർ, രാത്രിയിൽ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ എന്ന് പറഞ്ഞപ്പോ അത് സാരമില്ല, ഇത് ഞാൻ എന്റെ ജോലിയുടെ ഭാഗമല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല, അരുൺ പറയൂ എന്ന് പറഞ്ഞതും അരുൺ പറഞ്ഞു, സാർ ഒരു പ്രശ്നമുണ്ട്. അത് കേട്ടതും എന്താ, ഐശ്വര്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അത് ഉടനെ തന്നെ അരുൺ പറഞ്ഞു, അതല്ല സാർ, ഐശ്വര്യ പ്രഗ്നന്റ് ആണ്. അത് കേട്ട ഉടനെ ഡോക്ടർ പറഞ്ഞു, വക്കീല് പറഞ്ഞു, പ്രഗ്നന്റ് ആണെന്നോ? അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സ് കിട്ടാൻ വളരെ പ്രയാസകരമാണ്. ഡിവോഴ്സ് അരുൺ ആഗ്രഹിച്ചതുപോലെ എത്രയും വേഗം സാധ്യമാകുന്ന കാര്യമാകില്ല. അത് മാത്രമല്ല, അരുൺ ഇപ്പോ ഐശ്വര്യ പ്രഗ്നന്റ് ആയ സ്ഥിതിക്ക് അരുൺ ഇനി ഡിവോഴ്സ് ആവശ്യപ്പെട്ടാൽ ഐശ്വര്യക്ക് അരുണിനെതിരെ കോടതിയിൽ മറ്റൊരു കേസ് അവിടെ കൃത്യമായി തന്നെ ഫയൽ ചെയ്യാൻ കഴിയും. നേരത്തെ വിവാഹിതനായതും ഒരു ഭാര്യയും കുട്ടിയുമുള്ള ഒരാള് തന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞാൽ വഞ്ചനാ കുറ്റത്തിന് അരുൺ അകത്തു പോകും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അരുൺ. അതുകൊണ്ട് അരുൺ വളരെ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്ത്. ഇനി ഐശ്വര്യയുമായി രമ്യതയിൽ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്, ഐശ്വര്യയുമായി ഒരു കോംപ്രമൈസിന് തയ്യാറല്ലേ എന്ന് ചോദിച്ചപ്പോ അരുൺ ആശങ്കയോടെ പറഞ്ഞു, അല്ല സാർ, എനിക്കപ്പോ ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവുകയില്ലേ എന്ന് ചോദിച്ചിട്ടും അരുണിന് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നമ്മുടെ നിയമം സ്ത്രീകൾക്ക് വേണ്ടിയാണ്, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് കൂടുതൽ വിധിയും തീർപ്പാക്കുന്നത്. കൂടുതൽ നിയമങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അരുൺ, നമ്മൾ ഇനി എത്രയൊക്കെ മുന്നോട്ട് പോയാലും
ഐശ്വര്യ ഇപ്പോൾ പ്രഗ്നന്റ് ആയ സ്ഥിതിക്ക് ഐശ്വര്യക്കെതിരെ ഇനി ഒരു മൂവ്മെന്റും നമ്മുടെ ഭാഗത്തുനിന്ന് നടത്താനാവില്ല. ഇനി വേണമെങ്കിൽ അപ്പോ എനിക്കൊരിക്കലും ഡിവോഴ്സ് കിട്ടില്ലെന്നാണോ? പാവം സ്ത്രീകളുടെ പീഡനം അനുഭവിക്കുന്ന എന്നെ പോലെയുള്ളവർ അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടില്ലെന്നാണ് സാർ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ വക്കീൽ പറഞ്ഞു, അതിനൊക്കെ വഴികളുണ്ട്, അതിന് മറ്റു വേറെ പല മാർഗങ്ങളും ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അരുൺ, പെട്ടെന്നൊന്നും നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല, അത് തീർച്ചയാണ് എന്ന് ഉടനെ തന്നെ ഡിവോഴ്സ് കിട്ടാനും സാധ്യത കുറവാണ് എന്ന് അരുണിനോട് വക്കീൽ അറിയിച്ചു. എന്തായാലും അരുൺ ഒന്ന് ആലോചിച്ചിട്ട് എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അരുൺ ആകെ നിരാശയോടെ തന്റെ കയ്യിലിരുന്ന ആ ഡിവോഴ്സ് പേപ്പർ കയ്യിലേക്ക് എടുത്തു. പോക്കറ്റിൽ നിന്ന് അത് കയ്യിലേക്ക് എടുത്തതും ഐശ്വര്യ അരുണിന്റെ സംസാരം കേൾക്കാനായി അവിടെ ഒളിഞ്ഞു നിന്ന് വക്കീലിനോട് സംസാരിച്ചുകൊണ്ട് നിന്നതുമൊക്കെ ഐശ്വര്യ ശ്രദ്ധിച്ചു. ഉടനെ അരുൺ കയ്യിലേക്ക് എടുത്ത ആ വക്കീൽ പേപ്പർ വായിച്ചു നോക്കിയതിനു ശേഷം അത് പല കഷ്ണങ്ങളായി കയ്യിൽ കീറിയെടുക്കുന്നു. അത് ഡസ്റ്റ്ബിന്നിലേക്ക് ഇടുന്നത് കണ്ട് സന്തോഷത്തോടെ ഐശ്വര്യ പുഞ്ചിരിയോടെ നിന്നു. അങ്ങനെ തന്നെ വരും, എന്നോട് കളിച്ചാൽ അരുൺ. ഇനി അരുണിനെ ഞാൻ അങ്ങനെ സ്വതന്ത്രനായി വിടാൻ പോകുന്നില്ല. അരുണിനെ ഞാൻ ശരിക്കും വരിഞ്ഞു മുറുക്കാൻ പോവുകയാണ് എന്നല്ല മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഐശ്വര്യ അരുണിനെ നോക്കി നിന്നു. അതിനുശേഷം ഐശ്വര്യ വേഗം റൂമിലേക്ക് എത്തി മായയുടെ ഫോണിലേക്ക് വിളിച്ചു. മായയെ വിളിച്ച് സന്തോഷപൂർവ്വം വിശേഷങ്ങൾ അറിയിച്ചു. ഇവിടെയുള്ള എല്ലാവർക്കും എന്നോട് വളരെ കാര്യമാണ്. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ആ റിപ്പോർട്ട് കൂടി കാണിച്ചതോടെ അമൃതയെടുത്തിയും വസുന്ധരാമയ്ക്കും ഒക്കെ എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഇപ്പോ എന്നെ എങ്ങനെ അവർ സ്നേഹിക്കുന്നത് എന്നത്, എങ്ങനെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാനാവുന്നില്ല. അത്രത്തോളം എന്നോട് സ്നേഹത്തിലാണ് അവരിപ്പോ. എന്തായാലും മായ എനിക്ക് തന്ന ഈ ഉപകാരം, എനിക്ക് ചെയ്തു തന്ന ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അത്രത്തോളം ഞാനിപ്പോ സന്തോഷവതിയാണ്. അരുണിനോട് പറഞ്ഞപ്പോഴാണ് അത് കാണേണ്ടതായിരുന്നു. ആകെ വിളറി വെളുത്തു നിൽക്കുന്ന അരുണിന്റെ ആ മുഖം അതൊന്ന് അറിയേണ്ടതായിരുന്നു. അത് മാത്രമല്ല, ഞാൻ അരുണിനെ ഫോളോ ചെയ്ത് നോക്കിയപ്പോ അരുൺ വേഗം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം വക്കീലിനെ വിളിച്ച് അരുൺ സംസാരിച്ചു. അത് അന്ന് വക്കീലിനോട് പറഞ്ഞ് അരുൺ തയ്യാറാക്കി കൊണ്ടുവന്ന ആ വക്കീൽ നോട്ടീസ് എന്റെ മുന്നിൽ എനിക്ക് തരാനിരുന്ന ആ വക്കീൽ നോട്ടീസ് അരുൺ ആകെ വിഷമത്തോടെ അത് കീറിക്കളയുന്നത് ഞാൻ കണ്ടു. ഇനി ഞാൻ ഒരു കാരണവശാലും അരുണിനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞപ്പോ മായ പറഞ്ഞു, പാടില്ല, ഇനിയും ഈ അഭിനയം തുടർന്ന് കൊണ്ടുപോകണം. ഇനിയാണ് ഐശ്വര്യ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. മറ്റുള്ളവരുടെ ശ്രദ്ധ എപ്പോഴും ഐശ്വര്യയുടെ മേൽ വരും. അതുകൊണ്ട് ഐശ്വര്യ ഒരു കാരണവശാലും പിടികൊടുക്കരുത്. അങ്ങനെ പിടികൊടുക്കേണ്ടി വന്നാൽ ആർക്കെങ്കിലും ഇത് കളവായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ. ഐശ്വര്യക്ക് പിന്നെ ആ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല, അത് മറക്കണ്ട എന്ന് പറഞ്ഞതും ഐശ്വര്യ അത് എല്ലാം കേട്ട് എനിക്ക് മനസ്സിലായി മായ, എന്നാ ഞാൻ പിന്നീട് വിളിക്കാം, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അരുൺ ഇപ്പൊ ഉടനെ വരും, അതുകൊണ്ട് പിന്നെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഐശ്വര്യ ഫോൺ വെച്ചു. ഐശ്വര്യ ഫോൺ വെച്ചതും ഉടനെ തന്നെ ഐശ്വര്യയുടെ ഫോൺ കോൾ കട്ടായ ഉടനെ മായ മനസ്സിൽ ചിന്തിച്ചു, അരുൺ, അങ്ങനെ നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. 2 ഭാര്യമാരുടെ ഒപ്പം നീ സമാധാനത്തോടെ കഴിയില്ല. തീർച്ചയാണ്, ഒരാളുടെയും ഒപ്പം നിനക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സന്തോഷമുള്ള ദിവസങ്ങൾ നിനക്ക് ഞാൻ തരികയുമില്ല. എന്റെ മകൾ അവൾക്കുണ്ടായ ആ ദാരുണാന്ത്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്ന് മനസ്സിൽ പക വീണ്ടും ആ പകയെ ഇരട്ടിയാക്കിക്കൊണ്ട് മായ അരുണിനെയും കുടുംബത്തെയും തകർക്കുമെന്ന് വീണ്ടും ശപഥം ചെയ്യുന്നു. അപ്പോഴാണ് റൂമിലെത്തിയ ശ്യാമ അഖിലിനോട് ഐശ്വര്യയെടുത്തിയുടെ വിശേഷത്തെക്കുറിച്ച് പറയുന്നത്. എന്തായാലും ഐശ്വര്യയെടുത്തി ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോവുകയാണല്ലോ, അമ്മയാകാൻ പോകുന്നു എന്ന് പറയുന്നതിന്റെ ആ ഒരു അനുഭവം എന്താണെന്ന് ഇപ്പോ ഐശ്വര്യയെടുത്തി മനസ്സിലാക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് തന്റെ ഉദരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹവും മമതയും ഒക്കെ എത്രത്തോളമാണെന്നും ആ കുഞ്ഞാണ് പിന്നെ തനിക്ക് എല്ലാമെന്നുമുള്ള സത്യം ഇനി ഐശ്വര്യയെടുത്തി അറിയും. ഐശ്വര്യയെടുത്തി ഇനി എന്നെ ഒരു കാരണവശാലും വേദനിപ്പിക്കാനും വരില്ല. എന്നോട് ചെയ്തതിനൊക്കെ ഐശ്വര്യയെടുത്തിക്ക് കുറ്റബോധം തോന്നുകയും ചെയ്യും എന്നെല്ലാം പറഞ്ഞതും അഖിൽ പറഞ്ഞു, അങ്ങനെയൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐശ്വര്യയെടുത്തിയല്ല ആള്, അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരം ചിന്തയൊന്നും തന്റെ മനസ്സിൽ കൊണ്ടു നടക്കാതിരിക്കുക നല്ലത് എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല അരുൺ സാർ, അഖിൽ സാർ നോക്കിക്കോ എന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്റെ അവസ്ഥ. എന്റെ മനസ്സിൽ ഇപ്പൊ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. ഓഫീസ് കാര്യങ്ങളോ പാട്ടോ അതൊന്നും തന്നെ എന്റെ മനസ്സിൽ അലട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ അഖിൽ ചോദിച്ചു, ഓ ആണോടാ മുത്തേ, അങ്ങനെയാണോ എന്ന് ചോദിച്ചതും അതെ, കുഞ്ഞിന് എനിക്കറിയാലോ, എന്റെ കുഞ്ഞ് അതേന്ന് പറയുന്നുണ്ട്. ഉടനെ അഖിൽ ചോദിച്ചു, ശരിയാണോ അമ്മ പറഞ്ഞത്? അപ്പോഴേക്കും ഒന്നും കേൾക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, അതെ, ഇങ്ങനെ മാറി നിന്ന് വിശേഷങ്ങൾ ചോദിച്ചാലേ അവൻ പറയുന്നത് കേൾക്കാൻ കഴിയില്ല, അവൻ പതുക്കിയ മറുപടി പറയുന്നത് എനിക്ക് കേൾക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണോ, എന്നാ എനിക്ക് പറഞ്ഞേക്ക് തീരൂ എന്ന് പറഞ്ഞു അഖിൽ ശ്യാമയെ അരികിലേക്ക് നിർത്തി വയറ്റിലേക്ക് ചെവി ഓർത്തു. എന്നിട്ടിപ്പോ ഒന്നും കേൾക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, അതെ, അമ്മ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞ സത്യം തന്നെയാണ് എന്ന്. അതെ, സാറിനോട് പിണക്കമായതുകൊണ്ട് അമ്മ പറയുന്നത് സാറിന് കേൾക്കാൻ കഴിയാത്തത്. അത് കേട്ട ഉടനെ തന്നെ, ആണോ,
എന്നാ ശരി, ഞാൻ എന്റെ കുഞ്ഞിന്റെ പിണക്കം മാറ്റിക്കോളാം എന്ന് പറഞ്ഞതും എങ്ങനെ മാറ്റാൻ എന്ന് ശ്യാമ ചോദിച്ചു. പിണക്കം മാറ്റത് എങ്ങനെയാന്ന് ഇപ്പൊ കാണിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞ് അഖിൽ ശ്യാമയുടെ ആ വയറ്റത്ത് ഒരു ഉമ്മ കൊടുക്കുന്നു. എന്റെ പൊന്ന്, ഇപ്പോ എന്റെ പൊന്നു എന്നോടുള്ള പിണക്കൊക്കെ മാറിയില്ലേ എന്ന് അഖിൽ കുഞ്ഞിനോട് ചോദിക്കുന്നത് പോലെ ശ്യാമയോട് ചോദിച്ചു. അപ്പോഴേക്കും ശ്യാമ അഖിലെ നോക്കി പുഞ്ചിരിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവരുടെ സന്തോഷം അങ്ങനെ പങ്കുവെച്ച് നിൽക്കുമ്പോൾ പിറ്റേന്ന് ശ്രീകുട്ടി വാതുക്കൽ ബോളിട്ട് തട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വനജ എന്ന അശ്വതിയുടെ അമ്മ എത്തിയത്. ഉടനെ മുത്തശ്ശി വന്നത് കണ്ട് അരികിലേക്ക് ഓടിയെത്തി ശ്രീകുട്ടി വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഞാനും അമ്മയും കുറെ തവണ വിളിച്ചിട്ടും മുത്തശ്ശി കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ, ഞങ്ങൾ തീർത്ഥാടനത്തിന് മൂകാംബികയ്ക്ക് പോയിരിക്കുകയായിരുന്നല്ലോ, അവിടെ വെച്ച് സംസാരിക്കാൻ കഴിയില്ല, അവിടെ റേഞ്ച് ഉണ്ടായിരുന്നില്ല. മുത്തശ്ശിയുടെ കയ്യിലുണ്ടായിരുന്നത് ഈ കുഞ്ഞു ഫോണല്ലേ, അതുകൊണ്ട് അവിടെ റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു. ഇതൊക്കെ മോൾക്കുള്ള പ്രസാദവും മറ്റ് കഴിക്കാനുള്ള സാധനങ്ങളുമൊക്കെയാണ്, മോള് കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അത് കയ്യിലേക്ക് കൊടുക്കുന്നു. അത് വാങ്ങിച്ച് കഴിച്ചു തുടങ്ങുന്ന ആ സമയത്ത് പെട്ടെന്ന് അവിടെ അശ്വതിയും എത്തി. അശ്വതിയെ കണ്ട ഉടനെ തന്നെ അമ്മ ആകെ ഗൗരവത്തിലായി. വനജയുടെ അരികിലേക്ക് അശ്വതി എത്തി. ആഹാ, അമ്മ ഇത്ര വേഗം മടങ്ങി എത്തിയോ? അമ്മയോട് ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാനിരിക്കുകയായിരുന്നു എന്നെല്ലാം പറഞ്ഞ് സംസാരിച്ചു തുടങ്ങിയതും ഞങ്ങൾ നേരത്തെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. ഞാൻ പോയ തീർത്ഥാടനമൊന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ, അതിന് മുൻപ് തന്നെ എനിക്ക് മടങ്ങി പോരേണ്ടി വന്നല്ലോ എന്നെല്ലാം പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ അല്ലമ്മേ, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അശ്വതി ചോദിച്ചപ്പം ശ്രീകുട്ടി ചോദിച്ചു, അതെ, മുത്തശ്ശി എന്തിനാ അമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതെല്ലാം കേട്ട ഉടനെ തന്നെ മുത്തശ്ശി ദേഷ്യപ്പെടുന്ന കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ നിന്നതും പെട്ടെന്ന് ശ്രീകുട്ടിയോട് വനജ പറഞ്ഞു, അതെ കുഞ്ഞ് ഇത് പോയി കഴിച്ചോ, അകത്ത് പോയിരുന്ന് കഴിച്ചോ, അമ്മയും മുത്തശ്ശിയും കൂടെ പിന്നാലെ വരാട്ടോ എന്ന് പറഞ്ഞപ്പോ, മുത്തശ്ശി കൂടെ വാ, നമുക്ക് ഒന്നിച്ച് കഴിക്കാം, ഇപ്പൊ വരാം മുത്തശ്ശി, മോൾ അകത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വേഗം അകത്തേക്ക് വനജ പറഞ്ഞയച്ചു. അകത്തേക്ക് ശ്രീകുട്ടി പോയി കഴിഞ്ഞതും അശ്വതിയോട് ദേഷ്യത്തോടെ ചോദിച്ചു വനജ, നീ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്? അത് കേട്ട ഉടനെ, അല്ല, ഞാൻ എന്ത് കാണിച്ചെന്നാ ഈ പറയുന്നത് എന്ന് അന്വേഷിച്ചു. അതെ, നീ കാണിച്ചു കൂട്ടുന്ന എന്താണെന്നോ അതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത് എന്ന് ദേഷ്യത്തോടെ അശ്വതിയോട് വനജ പറയുമ്പോ, എന്ത് ചെയ്തെന്ന് അമ്മ പറയുന്നത് എന്ന് ചോദിച്ചു. അതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണോ എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന്, അത് ഞങ്ങൾ പറയാം വനജെ, നിങ്ങളോട് ഞങ്ങൾ പറയണ്ട. ഞങ്ങളിവിടെ ജീവിക്കുന്നത് വെറും അയൽവാസികളായിട്ടല്ല, കണ്ണും കാതും ഒന്നും ഇല്ലാത്ത, എന്ത് തോന്നിയാസവും കാണിച്ചാൽ മിണ്ടാതിരിക്കുന്ന അയൽവാസികളൊന്നും അല്ല ഞങ്ങൾ. അതെ, ഈയിടെയായിട്ട് നിങ്ങളുടെ മകളെ കാണാൻ ഇവിടെ പലരും വരികയും പോവുകയൊക്കെ ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് മക്കളുമായി താമസിക്കുന്ന, പ്രത്യേകിച്ച് പെൺമക്കളുമായി താമസിക്കുന്ന ഞങ്ങളെപ്പോലുള്ള അയൽവാസികൾക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് അശ്വതിയുടെയും ഇപ്പോഴത്തെ രീതികളൊന്നും ഞങ്ങൾക്ക് അംഗീകരിച്ചു തരാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്നും അശ്വതിയെ കുറ്റപ്പെടുത്തി വനജയോട് ആ അയൽവാസി പറയുന്നു.